നമ്മുടെ ഫ്ലവർ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. വാവ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് ഫ്ലവർ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സോപ്പ് മോൾഡും ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 2 ദിവസമായിട്ടുണ്ടാവും. നല്ല അടിപൊളി ഒരു ഫ്ലവർ മോൾഡാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു ഇതുപോലത്തെ ഒരു മോൾഡ് എനിക്ക് വേണം എന്നുള്ളത് കേട്ടോ. 2 ദിവസമായിട്ടുള്ള നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പൊ നമുക്കിത് ഈ മോൾഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു വെറൈറ്റി സോപ്പ് ഉണ്ടാക്കിയാലോ. അപ്പൊ എനിക്ക് ഇപ്പോഴും വെറൈറ്റി സോപ്പുകൾ ഉണ്ടാക്കാനാണ് കേട്ടോ കൂടുതൽ താല്പര്യം. അപ്പൊ നമുക്ക് ഈ മോൾഡ് വെച്ചിട്ട് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാം. അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള മോൾഡാണ് കേട്ടോ, കണ്ടില്ലേ, നല്ല അടിപൊളി മോൾഡാണ്. അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഞാൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് എടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ബേസ് ആണ് കേട്ടോ, മെൽറ്റ് ആൻഡ് പ്യൂറിന്റെ SLS ഫ്രീ ബേസ് ആണ്. ഏറ്റവും നല്ല ബേസ് ആണ് കേട്ടോ, നമ്മുടെ ഗ്ലിസറിൻ ബേസ് ആണ്. നെക്സ്റ്റ് നമ്മൾ അതിലേക്കുള്ള കളറ്, ഫ്രാഗ്രൻസ്, വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഓരോന്നോരോന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സോപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റബ്ബിംഗ് ആൽക്കഹോൾ ആണ്. നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ മുകളിൽ ബബിൾസ് കളയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരം കളയാതെ വേഗം തന്നെ സോപ്പ് ഉണ്ടാക്കാൻ പോയാലോ. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ബേസ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ബേസ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ സോപ്പ് ബേസ് ഇതില് വലിയ ജാറിലും അതുപോലെ തന്നെ ചെറിയ ജാറിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ചെറിയ ജാറിലുള്ള സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് ഈ ഫ്ലവർ ആണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ വേറെ മോൾഡിലേക്ക് മാറ്റുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന്റെ വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ നമ്മുടെ ഗ്ലാസ് വെച്ചിട്ടുള്ള പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാണ് കേട്ടോ. ബേസ് ഇട്ടിട്ടുള്ള ഗ്ലാസ് ജാർ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബേസ്. അതിലേക്ക് 2 ഡ്രോപ്പ് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ഡ്രോപ്പ് വൈറ്റമിൻ ഇ കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് വൈറ്റമിൻ ഇ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്ക് ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രാഗ്രൻസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് നമ്മുടെ ഈ ജാറിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് കളർ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത് ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ കളറിന് ഞാൻ കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രാഗ്രൻസ് ഒന്ന് തന്നെയാണ്, പക്ഷെ കളറിന് മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നത്. അപ്പോൾ നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. നടുവിലോട്ട് നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, കുറച്ച് മതിയാവും. അതാണ് ഞാൻ ഇതിലെടുത്തത് കേട്ടോ. കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിക്കണം കേട്ടോ. കണ്ടില്ലേ, കട്ടയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇതിൽ യെല്ലോ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. യെല്ലോ കളറ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളൊരു സൺഫ്ലവറിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ യെല്ലോ കളറ് ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് യെല്ലോ കളർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലവർ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. വാവ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് ഫ്ലവർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്.
അപ്പൊ ദേ നമ്മുടെ ഫ്ലവർ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള കാരണോട് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നോക്കി നിങ്ങള് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു മോൾഡായിരുന്നു കേട്ടോ, ഫ്ലവർ മോൾഡ്. അതിന്റെ സോപ്പ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇനി നമ്മൾ ഇത് സെറ്റ് ആവുന്ന നേരം കൊണ്ട് നമ്മുടെ ഗ്ലിസറിൻ ബേസ് ഞാൻ അവിടെ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ അലോവേറയുടെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ അതിലേക്ക് വൈറ്റമിൻ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ദേ ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബേസ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ ദേ നമ്മുടെ അലോവേറയുടെ എക്സ്ട്രാക്ട് ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് വൈറ്റമിനും അതുപോലെ തന്നെ ഗ്ലിസറിനും നമ്മൾ ചെറിയ മോൾഡിൽ ചെറിയ ഗ്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഇതിലും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ എടുത്ത് ലെങ്ത് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അലോവേറയുടെ എക്സ്ട്രാക്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അലോവേറയുടെ എക്സ്ട്രാക്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാക്ട് എപ്പോഴും നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കതിലേക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ക്വയർ മോൾഡിലോട്ട് നമ്മുടെ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഇനി നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി ഇതൊരു 2 മണിക്കൂർ 3 മണിക്കൂറാണ് കറക്റ്റ് വേണ്ടത്. പക്ഷെ നമ്മൾ 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് നമുക്ക് സെറ്റായി കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. അടിപൊളിയായിട്ടില്ലേ സോപ്പ്? നമ്മള് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി സോപ്പായിട്ടില്ലേ? നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വേറെ ഏതെങ്കിലും ഫ്ലവർ ആയാലോ ചെറിയ ചെറിയ നമുക്ക് മോൾഡുകൾ കിട്ടും. അതിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കാട്ടോ. ഇങ്ങനത്തെ ഡിസൈൻ സോപ്പുകൾക്ക് നമുക്ക് മാർക്കറ്റ് കൂടുതലാണ്, ആൾക്കാർക്ക് ആവശ്യം കൂടുതലാണ്, നമുക്ക് നല്ല റേറ്റില് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് കവർ ചെയ്ത് സെയിലിന് വെക്കണം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള സോപ്പാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലിപ് ബാം, ഷാംപൂ, ഫേസ് വാഷ്, ക്രീം ബേസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. അപ്പൊ ആവശ്യക്കാരാണെങ്കിലും മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. കോള് വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന വീഡിയോസ് ആവും നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.